നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്നലെ വന്ന രണ്ട് വാർത്തകൾ. ആദ്യത്തേത്, UAE-യിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം നാട്ടിലെത്തിയ പോപ്പുലർ ഫ്രണ്ട് നേതാവ് മലപ്പുറം വാളാഞ്ചേരി കാട്ടിപ്പുരുത്തി പുല്ലാനിക്കൽ വീട്ടിൽ മൊയ്തീൻ കുട്ടിയെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്തു. ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ കായിക ആയുധ പരിശീലകനായിരുന്നു ഇയാൾ. 2022-ൽ കേസെടുത്തതോടെ ഒളിവിൽ പോവുകയായിരുന്നു. NIA ഇയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിരവധി രേഖകളും മറ്റും പിടിച്ചെടുത്തിരുന്നു. പാലക്കാട്ടെ RSS പ്രവർത്തകൻ ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ഉൾപ്പെടെ പങ്കാളിയുമാണ്. യുവാക്കളിൽ തീവ്രവാദ മനോഭാവം വളർത്താനും സാമുദായിക സംഘർഷം സൃഷ്ടിക്കാനും പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഗൂഢാലോചനകളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നും NIA അറിയിച്ചു. സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള യുവാക്കളെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്നതിലൂടെ വ്യത്യസ്ത സമുദായങ്ങളിലെ ആളുകൾക്കിടയിൽ വർഗീയ ഭിന്നത സൃഷ്ടിക്കാൻ PFIയും അതിന്റെ നേതാക്കളും കേഡർമാരും നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടാണ് കേസ്. ഗൂഢാലോചനയുടെ ഭാഗമായി 2047ഓടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തോടെ ഭീകരപ്രവർത്തനങ്ങളും ആക്രമണങ്ങളും നടത്തുന്നതിന് ഫണ്ട് സ്വരൂപിക്കുന്നതിലും ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും യുവാക്കൾക്ക് പരിശീലനം നൽകിയതായി NIA പറഞ്ഞു. കേസിൽ ഇതുവരെയുള്ള NIA അന്വേഷണത്തിൽ രാജ്യത്തെ ഛിന്നഭിന്നമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ അക്രമാസക്തമായ ജിഹാദ് എന്ന ആശയം പ്രചരിപ്പിക്കാൻ പ്രതികൾ ഗൂഢാലോചന നടത്തിയിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഗൂഢാലോചനയുടെ ഭാഗമായി PFI റിപ്പോർട്ടേഴ്സ് വിംഗ്, ഫിസിക്കൽ ആൻഡ് ആംസ് ട്രെയിനിംഗ് വിംഗ്, സർവീസ് ടീമുകൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായും യൂണിറ്റുകൾ സ്ഥാപിച്ചിരുന്നു എന്നും ഭീകരവിരുദ്ധ ഏജൻസി പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ, യോഗ പരിശീലനം എന്നിവയുടെ മറവിൽ തെരഞ്ഞെടുത്ത കേഡർമാർക്ക് ആയുധ പരിശീലനം നൽകുന്നതിനായി PFI അതിന്റെ വിവിധ ക്യാമ്പസുകൾ, സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. രണ്ടാമത്തെ വാർത്ത, ഫെബ്രുവരി 17 ഉടുപ്പി പോലീസ് പശ്ചിമ ബംഗാൾ സ്വദേശിയായ 21-കാരനായ ആലിഫ് ഇസ്ലാമിന്റെ അറസ്റ്റ് സ്ഥിരീകരിച്ചു. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മറയൂർ ഗ്രാമത്തിൽ ഇയാൾ താമസിച്ചിരുന്നതായി റിപ്പോർട്ട്. വിദേശ ബന്ധങ്ങളുണ്ടെന്ന സംശയത്തെ തുടർന്ന് അധികൃതർ ഇയാളുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ചു വരികയാണ്. ഇയാളുടെ ദേശീയത സ്ഥിരീകരിക്കുന്നതിനായി കൂടുതൽ പശ്ചാത്തല പരിശോധനകൾ നടക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. നാവിക ചാരവൃത്തി ആരോപിച്ച് നടത്തിയ കേസിലെ 4ാമത്തെ പ്രതിയാണ് ഇയാൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ മാൽപേ യൂണിറ്റ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. ഈ ചാരവൃത്തി കേസിൽ ഇതുവരെ അറസ്റ്റിലാകുന്ന 4ാമത്തെ പ്രതിയാണ് ആലിഫ് ഇസ്ലാം. കപ്പൽശാലയുമായി ബന്ധപ്പെട്ട് തന്ത്രപരമായ വിവരങ്ങൾ പ്രതികൾ വാട്സാപ്പ് വഴി പാകിസ്ഥാനിലേക്ക് കൈമാറിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേരളം രാജ്യദ്രോഹികളുടെ പർദീസയാവുമ്പോൾ നമ്മുടെ മുഖ്യന്റെ ആദ്യ മുഴുവനും സിനിമാ കഥയെക്കുറിച്ചാണ്. ദ കേരള സ്റ്റോറി 2ന്റെ ട്രെയിലറിൽ തെറ്റായ പ്രചാരണമാണെന്നും മതേതരത്വത്തിന് ഭീഷണിയാണ് എന്ന് വിശേഷിപ്പിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി എതിർത്തു. സുസ്ഥിര വികസനത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നതും ക്രമസമാധാന പാലനത്തിൽ മാതൃകയുമായും മതസൗഹാർദ്ദത്തിന്റെ നാടായ കേരളത്തെ ഭീകരതയുടെ കേന്ദ്രമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളെ നാം കൂട്ടായി തള്ളിക്കളയണം. വ്യാജ പ്രചാരണങ്ങളാൽ കേരളത്തിന്റെ മതേതര അടിത്തറ തകർക്കപ്പെടുന്നില്ലെന്നും ഉറപ്പാക്കുകയും മതേതരത്വത്തിന്റെയും സാഹോദര്യത്വത്തിന്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് നിരസിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ദ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് സംവിധാനം ചെയ്യുന്നത് കാമാഖ്യ നാരായൺ സിംഗ് ആണ്. വിപുൽ അമൃത്ലാൽ ഷായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നിയമവ്യവസ്ഥകളിൽ നിന്നുള്ള യഥാർത്ഥ കേസുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സിനിമയെന്ന് ഒരു പ്രസ്താവനയിൽ നിർമ്മാതാവ് പറഞ്ഞിരുന്നു. ആദ്യ ചിത്രമായ കേരള സ്റ്റോറി സംവിധാനം ചെയ്ത് സുദീപ്തോ സെൻ ആയിരുന്നു. ആദ ശർമ്മ, സോണിയ ബാലാനി, യോഗിത ബിഹാനി, സിദ്ധി ഇദാനി എന്നിവർ ഇതിൽ അഭിനയിച്ചു. ഉള്ളടക്കത്തെ ചൊല്ലി വിലക്കുകളും വിവാദങ്ങളും നേരിട്ടെങ്കിലും ചിത്രം ബോക്സ് ഓഫീസ് വിജയമായിരുന്നു. 20 കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രം ലോകമെമ്പാടും 300 കോടിയിലധികം കളക്ഷനും നേടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.